ഇന്ന് നമ്മൾ ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിലുള്ള സെല്ലുലാർ ജയിലിലാണ് വന്നിരിക്കുന്നത്. മലയാളികൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു സിനിമയുണ്ട്, കാലാപാനി. ആ സിനിമ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഇവിടെ നടന്നിട്ടുള്ള പല കാര്യങ്ങളും ആ സിനിമയിൽ കാണിച്ചിട്ടുമുണ്ട്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയിട്ടുള്ള കുറേയധികം മനുഷ്യരുടെ ജീവിതങ്ങൾ നരകതുല്യമാക്കിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മൾ ഈ ജയിലിലേക്ക് കടക്കുമ്പോൾ തന്നെ ചെറിയ മ്യൂസിയം പോലെ ഇവിടെ 2-3 ഹാളുകളുണ്ട്. ഈ ജയിലിനെ കുറിച്ചിട്ട് ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് ആ മ്യൂസിയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സെല്ലുലാർ ജയിലിലെ ചെറിയ മോഡലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ 7 ബ്ലോക്കുകളുണ്ട്. അതായത് പണ്ട് 7 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു, എന്നാൽ ഇന്ന് 3 ബ്ലോക്കുകളേ ഉള്ളൂ. ബാക്കിയുള്ള 4 ബ്ലോക്കുകൾ മെഡിക്കൽ കോളേജ് പണിയാൻ വേണ്ടിയിട്ട് പൊളിച്ചു കളഞ്ഞെന്ന് പറയപ്പെടുന്നുണ്ട്. ജയിലിലെ തടവുകാർ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകളാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു വളയം കണ്ടോ നിങ്ങൾ? അതിൻ്റെ താഴെയായിട്ട് ഒരു ലോക്കറ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്. അതിൽ നമ്പർ എഴുതി ഓരോ തടവുകാരുടെയും കഴുത്തിലിട്ട് കൊടുക്കുകയാണ് ഇവർ ചെയ്തിരുന്നത്. 2 ദിവസം മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നേ. രാത്രിയിൽ ഇവിടെ ഒരു ഷോ നടപ്പുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. ഇവിടെയാണ് കേട്ടോ നമ്മൾ അന്ന് ഇരുന്നത്. ഷോ എന്ന് പറയുമ്പോൾ നമ്മുടെ സെല്ലുലാർ ജയിലിനെ കുറിച്ചിട്ട് തന്നെയാണ് കേട്ടോ. ദേ ഇത് കണ്ടോ, ഇതാണ് സ്വാതന്ത്ര്യ ജ്യോത് എന്നറിയപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യ സേനാനികൾ കിടന്ന സെല്ലിന്റെ വരാന്തയിലൂടെയാണ് കേട്ടോ ഞങ്ങൾ നടക്കുന്നത്. ഒരേ നീളത്തിലും വലുപ്പത്തിലുമുള്ള സെല്ലുകളാണ് ഇവിടെ മുഴുവനും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിലൊരു സെല്ലിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. ഈ സെല്ലിന്റെ ലോക്ക് തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, സെല്ലിലുള്ളവർക്ക് ഒരു വിധത്തിലും തുറക്കാൻ കഴിയാത്ത രീതിയിലുള്ളതാണ്. തടവുകാർക്ക് ആകാശം പോലും കാണാൻ കഴിയാത്ത തരത്തിലാണ് ഈ സെല്ലുകളുടെ രൂപകൽപ്പന. ഫിസിക്കൽ ടോർച്ചറിങ്ങിനേക്കാൾ മെന്റൽ ടോർച്ചറിംഗ് ആണ് അവർ കൂടുതലും അനുഭവിച്ചിട്ടുള്ളത്. പ്രാഥമിക കർമ്മങ്ങൾ നിറവേറ്റാൻ തന്നെ അവർ കൂടുതലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും നിശ്ചിത സമയം അവർ നൽകിയിരുന്നു. രാത്രി കാലങ്ങളിൽ അവർക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്ലാസ് പോലത്തെ സംഭവമാണ് കേട്ടോ നൽകിയിരുന്നത്. അതിൽ ഒരു വട്ടം തന്നെ നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അത് നിറഞ്ഞു കവിഞ്ഞു പോവുമായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന ബ്രിഡ്ജ് കണ്ടോ? ഈ ബ്രിഡ്ജ് എല്ലാ ബ്ലോക്കിലും ഉണ്ട്. ഇത് രാത്രി കാലങ്ങളിൽ അവർ പൊക്കി വെച്ചിരുന്നു അന്നത്തെ കാലത്ത്. അതായത് ഈ തടവുകാർ ഇങ്ങോട്ട് കയറി അവരെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവർ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത് രാത്രി കാലങ്ങളിൽ പൊക്കി വെച്ചിരുന്നത്. ഏഴ് ബ്ലോക്കുകൾ ഉണ്ടായിരുന്ന സെല്ലുലാർ ജയിലിൽ ഇപ്പോൾ 3 ബ്ലോക്കുകളേ ഉള്ളൂ. ബാക്കി 4 ബ്ലോക്കുകൾ ഇടിച്ചു കളഞ്ഞെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിച്ചു കളഞ്ഞ സ്ഥാനത്താണ് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ഉള്ളത്. ഈ കാണുന്നത് മെഡിക്കൽ കോളേജാണ് കേട്ടോ. ഇനി ഈ സെല്ലുലാർ ജയിലിലെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തേക്ക് നമുക്ക് കയറി നോക്കാം. അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. സെല്ലുലാർ ജയിലിലെ ബാക്കി 3 ബ്ലോക്കുകൾ ഇവിടെ നിന്നാൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണെങ്കിലും ഇതൊന്നും ആസ്വദിക്കാൻ കഴിയാതെ തൻ്റെ മരണം കാത്ത് കഴിയുകയായിരുന്നു ഇവിടുത്തെ തടവുകാർ.
രാഷ്ട്രീയ പ്രവർത്തകനും കവിയും എഴുത്തുകാരനുമായിട്ടുള്ള വീർ സവർക്കർ, അദ്ദേഹത്തിൻ്റെ സെല്ല് ഇവിടെ 3-ാമത്തെ നിലയിലാണ് കേട്ടോ. അദ്ദേഹം 13 വർഷം ഈ സെല്ലിൽ കിടന്നിട്ടാണ് ശിക്ഷ അനുഭവിച്ചത്. അടുത്തത് നമ്മൾ ആ സെല്ലിലേക്കാണ് കയറാൻ പോകുന്നത്. ഈ സെല്ലിൽ നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അതുപോലെ തന്നെ പുതയ്ക്കാൻ ഉപയോഗിച്ച ഒരു കമ്പിളി പുതപ്പും ഒരു പുസ്തകവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പാത്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ പാത്രങ്ങൾ കോപ്പർ പാത്രങ്ങളാണ്. ഇതിൽ കുറേ നേരം നമുക്ക് ഭക്ഷണം സൂക്ഷിക്കാൻ സാധിക്കില്ല, കാരണം അത് വിഷമായി മാറും. വിശപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ നൽകുന്ന സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശപ്പില്ലാത്തത് കൊണ്ട് ആ ഭക്ഷണം മാറ്റി പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചാൽ അത് സാധിക്കില്ല, കാരണം അത് വിഷമായി മാറും. തടവുകാരുടെ പ്രധാന ശിക്ഷ എണ്ണ നിർമ്മിക്കലായിരുന്നു. ബ്രിട്ടീഷുകാർ പറയുന്ന അളവിൽ എണ്ണ നിർമ്മിച്ചില്ലെങ്കിൽ അതിന് പ്രത്യേക ശിക്ഷയുമുണ്ട്. സ്വന്തം നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയവർക്ക് എന്തെല്ലാം ദുരിതങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നത്. ഇതെന്തെങ്കിലും നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇവിടെ കഴുമരങ്ങളുണ്ട്. അവിടത്തേക്കുള്ള കയറുകൾ നിർമ്മിക്കുന്നതും ഇവിടുത്തെ തടവുകാർ തന്നെ. ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം മരണത്തിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ളവരുടെ മരണത്തിന് വേണ്ടി അവർ തന്നെ കയർ നിർമ്മിക്കുന്നു. എന്തൊരു ക്രൂരതയാണല്ലേ അവർ ആ പാവങ്ങളോട് ചെയ്തത്. രാജ്യസ്നേഹം ഏറ്റവും കൂടിയവർക്ക് ഏറ്റവും കൂടിയ തരത്തിലുള്ള ശിക്ഷയും അതിൽ കുറഞ്ഞവർക്ക് അതിൽ കുറഞ്ഞ തരത്തിലുള്ള ശിക്ഷ, അങ്ങനെ പോകുന്നു ശിക്ഷകളുടെ തരംതിരിവുകൾ. 50 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിച്ച തടവുകാരും ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ശിക്ഷാരീതിയായിരുന്നു. ഇവിടെ അടി കൊള്ളുന്നവനും അടിക്കുന്നവനും ഇന്ത്യക്കാരൻ എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത. ബ്രിട്ടീഷുകാരുടെ ആജ്ഞയ്ക്കനുസരിച്ച് നിൽക്കുന്നവർക്കാണ് കേട്ടോ ഈ ജോലി നൽകുന്നത്. ഇത് സെല്ലുലാർ ജയിലിലെ പ്രധാനപ്പെട്ട മറ്റൊരു ശിക്ഷാരീതിയാണ്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ശിക്ഷയുടെ ഇളവുകളും കാഠിന്യവും ഒക്കെ. തൂക്കുകയർ വിധിക്കപ്പെട്ടവരെയാണ് ഈ താഴെ കാണുന്ന സെല്ലിൽ കിടത്തിയിരുന്നത്. അതിന് തൊട്ടപ്പുറത്തായിട്ടാണ് അവരെ തൂക്കിക്കൊല്ലുന്നതും. അപ്പോൾ ഈ തൂക്കിക്കൊല്ലുന്ന ആൾക്കാരെ കണ്ടുകൊണ്ട് വേണം ഈ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടുന്നവർ കിടക്കാൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ. നാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവൻ ഇന്ന് തൂക്കിക്കൊല്ലുന്നവൻ്റെ മരണം കണ്ടുകൊണ്ട് ആ സെല്ലിൽ കഴിയുക. എന്ത് ക്രൂരമാണ് അവർ ചെയ്തത് അല്ലേ. അതുമാത്രമല്ല കേട്ടോ, ഭക്ഷണം ഉണ്ടാക്കുന്നതും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഇവിടെ ഇപ്പോഴാണ് കേട്ടോ ഈ മറവ് പോലെയൊക്കെ കെട്ടിയിരിക്കുന്നത്. മറ്റേത് ഇവിടെ മറവൊന്നുമില്ലായിരുന്നു. ഈ തൂക്കിലേറ്റുന്നവരെ നമുക്ക് എല്ലാവർക്കും സെല്ലിൽ കിടന്ന് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഒരേ സമയം തന്നെ 3 പേരെ ഇവിടെ തൂക്കിലേറ്റുമായിരുന്നു. ഈ തൂക്കിലേറ്റുന്നവരുടെ ശരീരം വരുന്നത് ഇതിന്റെ താഴെയാണ് കേട്ടോ. അത് നമ്മൾക്ക് കാണാം. ഇവിടെയാണ് കേട്ടോ തൂക്കിലേറ്റുന്നവരുടെ ശരീരങ്ങൾ വന്നിരുന്നത്. ഇവിടുന്ന് ആ ശരീരം പുറകിലത്തെ ഗേറ്റ് വഴി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇല്ലീഗലായിട്ടും ഇവിടെ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ആ ശരീരങ്ങൾ അവർ റോസ് ഐലൻഡിൽ കല്ല് കെട്ടി താക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ ഗേറ്റ് വഴിയാണ് കേട്ടോ ശരീരങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് നൽകിയിരുന്നത്. ഈ ആൽമരം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ സെല്ലുലാർ ജയിലിലെ എല്ലാ ക്രൂരകൃത്യങ്ങൾക്കും ദൃക്സാക്ഷിയാണ് കേട്ടോ ഇത്. നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിനു വേണ്ടി ഒരുപാട് ത്യാഗവും വേദനയും അനുഭവിച്ചിട്ടുള്ള രാജ്യസ്നേഹികൾക്ക് മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ സെല്ലുലാർ ജയിലിൽ നിന്ന് പതുക്കെ ഇറങ്ങുകയാണ്.